സ്വർഗം ചോദിക്കാമെന്ന് മൗലവി സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അസ്അലുക, നബിയെ തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക എന്നാണ് അവിടെ മഫ്ഊല്. മുറാഫഖതക, ഇവിടെ മുറാഫഖതക എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി അവസാനം എന്തു പറഞ്ഞു? വേറെ അവ ഗൈറദാക് എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ നിന്നോട് പറഞ്ഞത്, ചോദിക്കാൻ പറഞ്ഞത്? വേറെ വല്ലതും ചോദിക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ടും റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഹുവദാക്, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത് എന്ന്. റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? ശരി, ഞാൻ നിനക്ക് സ്വർഗം തരാം, നിനക്ക് സ്വർഗത്തിൽ മുറാഫഖത്ത് തരാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ ഹദീസിൽ ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് പറഞ്ഞത്? എങ്കിൽ ഫഅഇന്നി ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. അതെന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? സ്വർഗം തരാമെന്നേറ്റാൽ പിന്നെ അശ്റത്തുൽ മുബശ്ശിറുകളുണ്ടല്ലോ, അവർക്ക് റസൂലുള്ളാഹി സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ അതുപോലെ നിനക്ക് സ്വർഗമുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. റസൂലുള്ളാഹി എന്തിനാ പറഞ്ഞത്? ശരി, ഫഅഇന്നി, എന്നെ സഹായിക്കണം, ബികസറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണം എന്ന്. കേട്ടോ, അവിടെ റസൂലുള്ളാഹി സ്വർഗം കൊടുക്കാമെന്ന് ഏറ്റിട്ടില്ല. നീ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്ക്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നേരത്തെ പറഞ്ഞതുപോലെ അത് ദുആ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞിരിക്കുന്നത്. സ്വർഗം അവിടെ നേർക്ക് നേരെ ചോദിച്ചിട്ടില്ല. മുറാഫഖത്ത് ചോദിച്ചത് തന്നെ ദുആ ചെയ്യാനുള്ള അർത്ഥത്തിലാണ്. എങ്ങനെ മനസ്സിലായി? റസൂലുള്ളാഹിയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅഇന്നി ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഹദീസിൽ സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപമോചനം, അള്ളാഹുവേ എന്റെ പാപങ്ങൾ നീ പൊറുക്കണമേ, അതെ എനിക്ക് ഹിദായത്ത് നൽകണമേ, ആഫിയത്ത് നൽകണമേ, സന്താനങ്ങൾ നൽകണമേ, കുടുംബജീവിതത്തിൽ സുഖം നൽകണമേ. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ റസൂലുള്ളാഹിനോട് വന്ന് നേർക്ക് നേരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചു എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളെയല്ല, കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാന്റെ റസൂലിനോട് ആഫിയത്ത് ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് സന്താനങ്ങളെ ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് ഈ ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ കടുത്ത അന്ധതയിൽ നിന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണം. അതൊന്നും ചോദിക്കാൻ പാടില്ല. ദുആ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനേ പാടുള്ളൂ. ശഫാഅത്ത് ചോദിക്കാനേ പാടുള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് നിങ്ങളൊന്ന് സമ്മതിക്ക്. എന്നാൽ പിന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ജോലി കുറവുണ്ട്, എന്നാൽ പിന്നെ നേർക്ക് നേരെ ശഫാഅത്ത് ചോദിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. സ്വർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്ന നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയോ? ഇപ്പോ പുറകോട്ട് പോയെങ്കിൽ ഈ വേദിയിൽ വെച്ച് പരസ്യമായി ഒന്ന് സമ്മതിക്ക്. എന്നിട്ട് അതേ ഇസ്തിശ്ഫാ മാത്രമേ പറ്റുള്ളൂ, ഇസ്തിദാ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഈ ഭാഗം നിങ്ങളൊന്ന് ഒഴിവാക്ക്. ഞങ്ങൾ ഇനി ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല. ആ ഭാഗം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും അള്ളാനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. സൃഷ്ടികളോട് ചോദിക്കാവുന്ന ഇസ്തിദ്ആ മാത്രമാണ്. ദുആ ചോദിക്കാം, എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്നേ പറയാവൂ എന്ന് നിങ്ങളൊന്ന് സമ്മതിക്ക്. സമ്മതിച്ചു കിട്ടിയാൽ പിന്നെ ആ ഭാഗം ചർച്ച ചെയ്താൽ മതിയല്ലോ. അപ്പൊ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഹുസൈന്റെ ആ തഅരീഫ് തലബുൽ മഊനത്തി എന്ന് പറഞ്ഞ ആ തഅരീഫിന്റെ ആദ്യ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ചർച്ച ഒരു പ്രയോജനത്തിലെത്തണമെങ്കിൽ നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. അഥവാ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്ത കാര്യം പരസ്യമായി നിങ്ങളോട് സമ്മതിക്കുക, അള്ളാഹുവിന് വേണ്ടി സമ്മതിക്കുക. ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഈ കടുത്ത വലാലത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കാതെ ഈ വലാലത്തിൽ നിന്ന് നമുക്കവരെ മോചിപ്പിച്ചെടുക്കാൻ നിങ്ങളൊന്ന് സമ്മതിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും അള്ളാഹിനോടല്ലാതെ ചോദിക്കാൻ പറ്റൂല. ഖുർആനിൽ അതിന് തെളിവില്ല ചോദിക്കാൻ, ഹദീസിൽ തെളിവില്ല, അതേപോലെ തന്നെ മറ്റ് എവിടെയും അതിന് തെളിവില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുക.